ഹലോ, എല്ലാവർക്കും മെക്ടൂർ സോണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഇനി ഇക്വേഷൻ ടു ടാൻജന്റ് ആൻഡ് നോർമൽസ്. ഇനി ടാൻജന്റും നോർമലും തമ്മിൽ എപ്പോഴും പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് സ്ലോപ്സ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പം mt ഇൻറ്റു mn ഇസ് ഈക്വൽ ടു -1. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ടാൻജന്റ് സ്ലോപ്പ് കിട്ടുന്നത്. അതായത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഇനി ഇക്വേഷൻ ഓഫ് ടാൻജന്റ് എന്ന് പറയുമ്പോൾ y മൈനസ് y1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് x1 ഈസ് ഈക്വൽ ടു mt. ഇതിൽ mt എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ്. ഇനി നേരത്തെ പഠിച്ചതുപോലെ തന്നെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലോപ്പ് ഓഫ് നോർമലും കണ്ടുപിടിക്കാം. mn ഇസ് ഈക്വൽ ടു -1 ഡിവൈഡ് ബൈ mt ആണ്. ആ mt-ക്ക് ഞാൻ y ഡാഷ് എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് -1 ബൈ y ഡാഷ് എന്ന ഇക്വേഷൻ കിട്ടുന്നത്. ഇനി ഇക്വേഷൻ ഓഫ് നോർമൽ y മൈനസ് y1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് x1 ഈസ് ഈക്വൽ ടു mn. ഇനി ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സ്ലോപ്പ് കൊടുക്കേണ്ടത് mt-യും ഇക്വേഷൻ ഓഫ് നോർമൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സ്ലോപ്പ് കൊടുക്കേണ്ടത് mn-ഉം ആണ്. ആ ഒരു വ്യത്യാസം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഇനി മാക്സിമയും മിനിമയും കണ്ടുപിടിക്കാം. ഇനി നമ്മളൊരു ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ, അതായത് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്നും പറഞ്ഞ് എക്സ് കണ്ടുപിടിക്കുന്ന ആ വാല്യൂസിനെയാണ് സാഡിൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി ആ വാല്യൂസ് നമ്മൾ എഫ് ഡബിൾ ഡാഷ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫ് ഡബിൾ ഡാഷ് അഥവാ ഡബിൾ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 അഥവാ പോസിറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഹാസ് മിനിമ. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എക്സ് എഫ് ഡബിൾ ഡാഷ് അഥവാ ഡബിൾ ഡെറിവേറ്റീവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഡബിൾ ഡാഷ് എക്സ് ഈസ് ലെസ് ദാൻ 0 അഥവാ എഫ് ഡബിൾ ഡാഷ് എക്സ് നെഗറ്റീവ് ആവുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഹാസ് മാക്സിമ. ഇത് ഇത്രയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി പാരാബോള y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അറ്റ് ദി പോയിന്റ് 2, 4. അതായത് സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ മതി. സോ y ഡാഷ് ഈസ് ഈക്വൽ ടു 2x. ഇനി എക്സ് എന്ന് പറയുന്നത് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് എക്സിന് 2 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 4. അതായത് സ്ലോപ്പ് ഓഫ് ദി പാരാബോള ഈസ് ഈക്വൽ ടു 4. അടുത്ത ക്വസ്റ്റ്യൻ, സ്ലോപ്പ് ഓഫ് ദി കർവ് y ഈസ് ഈക്വൽ ടു sin 2x അറ്റ് π/4 1 ഈസ്. അതായത് π/4 1 എന്ന പോയിന്റിലുള്ള y ഈസ് ഈക്വൽ ടു sin 2x എന്ന് പറയുന്ന ഇക്വേഷന്റെ സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. sin 2xന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് cos 2x ഇൻറ്റു 2 ആണ്. ഇനി എക്സിനെ നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് π/4 എന്ന വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ സ്ലോപ്പ് y ഡാഷ് ഈസ് ഈക്വൽ ടു cos 2 ഇൻറ്റു π/4 ഇൻറ്റു 2. അതായത് cos π/2 ഇൻറ്റു 2. cos 90 എന്ന് പറയുന്നത് 0 ആണ്. സോ ആൻസർ ഈസ് ഈക്വൽ ടു 0. അടുത്ത ക്വസ്റ്റ്യൻ, ദി നോർമൽ ടു ദി കർവ് y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് അറ്റ് 1, 1 ഈസ്. അതായത് 1, 1 എന്ന പോയിന്റിൽ y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന കർവിന് നോർമൽ അഥവാ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് y ഡാഷ് ആണ് അഥവാ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ മേളിലത്തെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് y ഡാഷ് ഈസ് ഈക്വൽ ടു 3x² എന്ന് കിട്ടും. ഇനി എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതായത് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ y ഡാഷ് ഈസ് ഈക്വൽ ടു 3. അതായത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് 3 ആണ്.
ഇനി സ്ലോപ്പ് ഓഫ് നോർമൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് mn = -1 ഡിവൈഡഡ് ബൈ y ഡാഷ്. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്ലോപ്പ് ഓഫ് നോർമൽ കിട്ടും -1 ഡിവൈഡഡ് ബൈ 3. ഇനി ഏതാണ് ഇക്വേഷൻ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ഓരോ ഇതിൻ്റെയും സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. അതായത് ഫസ്റ്റ് ഓപ്ഷനായ x+3 - 4 = 0 കൺസിഡർ ചെയ്യാം. ഇതിൽ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലോട്ട് നമ്മൾ മാറ്റുമ്പോൾ y = -x ഡിവൈഡഡ് ബൈ 3 + 4/3 എന്ന് കിട്ടും. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം അനുസരിച്ച് y = mx + c ആണ്. സോ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതാണ് സ്ലോപ്പ്. സോ ഈ കേസിൽ സ്ലോപ്പ് m എന്ന് പറയുന്നത് -1/3 ആണ്. ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് നോർമലിന് ഈക്വൽ ആണ്. സോ ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദി മിനിമം വാല്യൂ ഓഫ് f of x is equal to x² - 1 ഡിവൈഡഡ് ബൈ x² + 1. അപ്പോൾ എഫ് ഓഫ് എക്സിന്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നോർമലി നമ്മൾ ഡെറിവേറ്റീവ് എടുത്താണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇനി അല്ലാതെ ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സിന് ഓരോ വാല്യൂസ് അസ്യൂം ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഓപ്ഷൻസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഞാൻ എക്സിന് 0 കൊടുത്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ് -1. ഓപ്ഷൻസിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും -1 ആണ് ഇതിലെ ഏറ്റവും ചെറിയ വാല്യൂ. അതുകൊണ്ട് തന്നെ ഇതിലെ ആൻസർ ഡി ആണ്. ഇനി നോർമലി ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടി ന്യൂമറേറ്ററിനെ നമ്മൾ u എന്നും ഡിനോമിനേറ്ററിനെ നമ്മൾ v എന്നും എടുക്കും. അപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കോഷ്യന്റ് റൂൾ യൂസ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് f' x = 0 എന്ന് കൊടുത്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് x = 0. ഇനി നമുക്കറിയാം ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സിന്റെ വാല്യൂ എന്താണോ ആ പോയിന്റിൽ നമുക്ക് ഒന്നുകിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഈ കേസിൽ ഒറ്റ നമ്പരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്ന് മാത്രമേ സംഭവിക്കുള്ളൂ. ക്വസ്റ്റ്യനിൽ മിനിമം ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എഫ് ഓഫ് എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ മിനിമം ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദി മാക്സിമം വാല്യൂ ഓഫ് sin x + cos x ഈസ്. അതായത് മാക്സിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം മാക്സിമമോ മിനിമമോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം. അതായത് sin x + cos x ചെയ്യുമ്പോൾ എപ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് sin x + cos x ചെയ്യുമ്പോൾ കിട്ടുന്ന മാക്സിമം വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം മാക്സിമം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഡെറിവേറ്റീവ് എടുക്കണം. സോ y = sin x + cos x. അപ്പോൾ അതിന് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് cos x - sin x. ഇനി ഡെറിവേറ്റീവ് = 0 യൂസ് ചെയ്ത് നമുക്ക് x കണ്ടുപിടിക്കാം. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് cos x = sin x എന്ന് കിട്ടും. ഇപ്പം നമുക്കറിയാം cos x = sin x എന്ന കണ്ടീഷൻ വരുമ്പോൾ yക്ക് മാക്സിമമോ അല്ലെങ്കിൽ മിനിമം വാല്യൂ ആണ് കിട്ടുന്നത്. ക്വസ്റ്റ്യനിൽ മാക്സിമം ആണ് തന്നിട്ടുള്ളത്. സോ ഈ കണ്ടീഷനിൽ കിട്ടുന്നത് മാക്സിമം വാല്യൂ ആയിരിക്കും. അപ്പോൾ മാക്സിമം വാല്യൂ കിട്ടുന്നതെന്ന് പറയുന്നത് cos x = sin x എന്ന വാല്യൂ കിട്ടുമ്പോഴാണ്. നമുക്കറിയാം sin x ഉം cos x ഉം ഈക്വൽ ആവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സിന് 45 ഡിഗ്രി കൊടുക്കുന്ന കണ്ടീഷനാണ്. ആ സമയത്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1/√2 ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിത് yയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ sin x + cos x = 1/√2 + 1/√2. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് √2. അടുത്ത ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ്സ്. ഇറ്റ്സ് ഹൈറ്റ് h and time t are connected by h is equal to 60t - 10t square. The greatest height attained is.
ഇതിൽ കണ്ടുപിടിക്കേണ്ടത് ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് ആണ്, അതായത് മാക്സിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഹെച്ചിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് dh/dt = 60 - 10 × 2t എന്ന് കിട്ടും. ഇനി ഡെറിവേറ്റീവ് = 0 സോൾവ് ചെയ്ത് നമുക്ക് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് t = 3 എന്ന് കിട്ടും. നമുക്ക് ടിക്ക് ഒരൊറ്റ വാല്യൂ ആണ് കിട്ടിയത് 3. t = 3 എന്ന പോയിന്റിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കാണും. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് മാക്സിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ മാക്സിമം തന്നെ ആയിരിക്കും. സോ നമുക്ക് ഹെച്ചിന് 3 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 90 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, an open box is to be made out of a square sheet of side 6 cm. By cutting off equal squares at each corner and turning up the sides, the side length of the square should be cut in order that the volume of box may be maximum is. അതായത് ഒരു സ്ക്വയർ ഷീറ്റിൽ 4 കോർണേഴ്സിലും 4 സ്ക്വയേഴ്സ് കട്ട് ചെയ്ത് കളയുന്നു. അങ്ങനെ കട്ട് ചെയ്തുണ്ടാക്കിയ ഫിഗറിനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ബോക്സ് കിട്ടും. അപ്പോൾ എത്ര ഡയമെൻഷനിൽ കട്ട് ചെയ്താൽ നമുക്ക് ബോക്സിന് മാക്സിമം വോളിയം കിട്ടുമെന്ന് നോക്കാം. സോ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് L × B × H. L എന്ന് പറയുന്നത് 6 - 2x, B എന്ന് പറയുന്നത് 6 - 2x ആണ്, H എന്ന് പറയുന്നത് x ആണ്. സോ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ 4x³ - 24x² + 36x എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം വാല്യൂ ആയതുകൊണ്ട് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. അങ്ങനെ ഡെറിവേറ്റീവ് എടുത്ത് അതിനെ = 0 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും, 3ഉം 1ഉം. ഇതിൽ നമുക്ക് 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. സോ ഒന്നിന് മാക്സിമവും മറ്റേതിന് മിനിമം വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് മാക്സിമം ആണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ 2 വാല്യൂസും വോളിയത്തിലിട്ട് ഏതിനാണ് മാക്സിമം ഏതിനാണ് മിനിമം വരുന്നതെന്ന് നോക്കാം. x = 3ൽ കൊടുക്കുമ്പോൾ വോളിയം -216 എന്നാണ് കിട്ടുന്നത്. x = 1 എന്ന് കൊടുക്കുമ്പോൾ വോളിയം 16 എന്നാണ് കിട്ടുന്നത്. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 16 ആണ്. അതായത് കട്ട് ചെയ്യേണ്ട ഡയമെൻഷൻ എന്ന് പറയുന്നത് x = 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the area of a circular plate increases at the rate of 16 square centimeter per minute when heated. The rate at which the radius is increasing when radius is 4 cm is. ഇത് റേറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഏരിയ എന്ന് പറയുന്നത് πr². ഇതിലെ റേഡിയസ് തന്നിട്ടുണ്ട് 4 എന്ന്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് dr/dt ആണ്. തന്നിട്ടുള്ളത് dA/dt = 16 ആണ്. ഇനി ഏരിയ എന്ന ഇക്വേഷനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടി ഒന്ന് ഡെറിവേറ്റീവ് എടുക്കാം. സോ dA/dt = π × 2r × dr/dt. ഇതിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് dr/dt വാല്യൂ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 2/π. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഫംഗ്ഷൻ y = x² + 6x + 1 ഈസ് ഡിക്രീസിങ് അറ്റ്. ഇതിൽ ഡിക്രീസിങ് ആയിട്ടുള്ള റീജിയൻ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഡിക്രീസിങ്ങിൻ്റെ കേസിൽ y' എന്ന് പറയുന്നത് നെഗറ്റീവും ഇൻക്രീസിങ്ങിൻ്റെ കേസിൽ y' എന്ന് പറയുന്നത് പോസിറ്റീവും ആയിരിക്കും. സോ ഈ കേസിൽ ഡിക്രീസിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് y' നെഗറ്റീവ് വരുന്ന കണ്ടീഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. നമുക്കാദ്യം y' കണ്ടുപിടിക്കാം. y' = 2x + 6. ഇനി അത് = 0 കൊടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും -3. ഇനി 3 എന്ന് പറയുന്ന പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് 2 ഇൻ്റർവൽസ് കിട്ടും. ഒന്ന് -∞ -3ഉം മറ്റേത് -3 ∞ ആണ്. ഇനി ഏത് ഇൻ്റർവെല്ലിലാണ് ഡിക്രീസിങ് ഏത് ഇൻ്റർവെല്ലിലാണ് ഇൻക്രീസിംഗ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻ്റർവെല്ലിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ എടുത്ത് എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കേസായ -∞ -3യുടെ കേസിൽ
ഇതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആണ് -4. സോ എക്സ് ഈക്വൽ ടു -4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് y ഡാഷ് എന്ന് പറയുന്നത് -2 കിട്ടും. കിട്ടിയ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ y എന്ന് പറയുന്നത് -∞ -3 എന്ന ഇന്റർവെല്ലിൽ ഡിക്രീസിംഗ് ആണ്. ഇനി തന്നിട്ടുള്ള ഓപ്ഷനിൽ ഈ ഇന്റർവെല്ലിന്റെ ഇടയിൽ വരുന്ന ആൻസർ എന്ന് പറയുന്നത് -4 -7 ആയതുകൊണ്ട് ഇതാണ് ആൻസർ. ഇന്ന് പഠിപ്പിച്ച ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളെ ഡൗട്ട്സും കാര്യങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്തായാലും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.